അന്നോസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ ലുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ, ഇൻട്രോ കണ്ടപ്പോഴും മനസ്സിലാക്കണം. അതെ, ഇന്നൊരു ടെമ്പിൾ വിസിറ്റ് വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു ടെമ്പിൾ വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണത്തിന് അടുപ്പിച്ചിട്ട്, അതായത് കല്യാണത്തിന്റെ തലേനോ അല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് രാവിലെയോ, ടൈം കുറവാണെന്ന് രാവിലെ ആയിരിക്കില്ല, കല്യാണത്തിന് അന്ന് രാവിലെ ആയിരിക്കില്ല, മിക്കവാറും തലേന്ന് രാവിലെ ആയിരിക്കും ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ക്ഷേത്രത്തിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് അവിടുന്ന് ഒരു ചെറിയ ഫോട്ടോഷൂട്ടും നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ ടെമ്പിൾ വിസിറ്റിന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇന്നൊരു പച്ചമയാണ്, അതായത് നമ്മളെ പുതിയക്കൻ പച്ച കുർത്തിയും ബാക്കി രണ്ടുപേരും പച്ച ഷർട്ടും, നമ്മളെല്ലാം പച്ച ബ്ലൗസും, എന്താ പറയുക, സെറ്റ് സാരിയും സെറ്റ് മുണ്ടുമാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും റെഡിയായി നിന്ന് 7 മണിയാകുമ്പോഴേക്ക് ടെമ്പിളിൽ എത്തണം, അതായത് ക്ഷേത്രത്തിൽ എത്തണം എന്നാ പറഞ്ഞിട്ടുണ്ടായത്. കിഴക്കേക്കരയില കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ചെറുക്കച്ചിറയുടെ അടുത്തുള്ള കിഴക്കേക്കര ക്ഷേത്രത്തിലായിരുന്നു കൃഷ്ണന്റെ അമ്പലമായിരുന്നത്. അവിടെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ എന്താ പണി കിട്ടിയെന്ന് വെച്ചാല് നല്ല മഴയുടെ സമയമായതുകൊണ്ട് മഴ ചതിച്ചു ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല, അതായത് പറഞ്ഞ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല. നമ്മള് എന്താ പറയാ 6 മണിയാകുമ്പോഴേക്ക് ക്ഷേത്രത്തിൽ എത്തണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. 6 മണിക്ക് നല്ല കാറ്റും മഴയായതുകൊണ്ട് പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ 7 മണി വരെ വെയിറ്റ് ചെയ്തു. 7 മണി കഴിഞ്ഞിട്ട് മഴ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ 7:30 വരെ വെയിറ്റ് ചെയ്തു. 7:30 കഴിഞ്ഞിട്ട് മഴ നിന്നില്ല. ലാസ്റ്റ് 8 മണി കഴിഞ്ഞ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾ വാ, നമുക്ക് ഇനി എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട്, അതിന്റെ മുമ്പേ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ഫോട്ടോ സെക്ഷൻ ഒക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ, നമ്മൾ ഇറങ്ങാൻ നോക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയും ഡ്രൈവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഇനി വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ഇതാ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഏറ്റവും ഹൈലൈറ്റ്, ഇനിയും മഴ നിന്നിട്ടില്ല എന്നാണ്. ഇനി അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആവും ചെയ്തു, കാരണം മഴ നിൽക്കുന്ന ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് 8 മണിയൊക്കെ കഴിഞ്ഞു സമയം. അപ്പൊ ഇതാ നമ്മളിത് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൻ പട തന്നെ ഈ വണ്ടീൻ്റെ അകത്തുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ആരൊക്കെയെന്ന് കാണിച്ചു തരാം. അങ്ങനെ മഴയായതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാണ്ട് അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് തൊഴുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയപ്പം പുതിയണ്ണും ടീമും അവിടെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാ പുതിയണ്ണിനെയും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ നടുക്ക് പുതിയണ്ണിന്റെ ക്യാമറമാൻ പുതിയണ്ണിനും കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയി കേട്ടോ. എന്തായാലും ഞാൻ ഒരിക്കലും കൂടി ആളെ കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ. അപ്പൊ നമ്മളെ കാറിൽ വന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് അമ്പലത്തിലേക്ക് കയറുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള മഴേന്റെ എഫക്ട് എന്താണെന്നുള്ളത്. അപ്പൊ മനോഹരമായ ചെറുക്കച്ചിറയുടെ മുമ്പിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. കിഴക്കേക്കര കൃഷ്ണക്ഷേത്രമാണിത്. അപ്പൊ അധികം ആൾക്കാർക്കും അറിയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. വളരെ ഭംഗിയുള്ള ഒരു പഴയ ക്ഷേത്രമാണ്. കസ്തൂർബ സ്കൂളിന്റെ തൊട്ടടുത്താട്ടോ ഈ ഒരു ക്ഷേത്രം വരുന്നത്. അങ്ങനെ എല്ലാവരും കൊടയെടുത്തിട്ട് രണ്ടാളായിട്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ എത്ര മഴ വന്നാലും ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ള ഒരു തരത്തിൽ നമ്മൾ ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്തു, കുഴപ്പമില്ല, നമുക്ക് വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മളെ ചെക്കനെയും കൊണ്ട് ഓരോ സൈഡിൽ പോയി നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊടുക്കുന്നത്. അപ്പൊ നമ്മൾ മഴ നനയണ്ടെന്ന് വെച്ചിട്ട് ക്ഷേത്രത്തിന്റെ ആ പടിവാതിലിന്റെ മുമ്പ് തന്നെ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിർത്തിയിട്ട് വരെ നമ്മളെ ചെക്കനെ ഫോട്ടോസ് എടുക്കുന്ന ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ കൂടെ നമ്മൾ കുറെ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ക്ഷേത്രം. അതിന്റെ ഒരു ചെറിയ ലുക്ക് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതാ നമ്മളെ ഫോട്ടോഗ്രാഫർ നമ്മളെ ചെക്കനെ ഇരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് പെണ്ണിന്റെ ടീം, അതായത് പെണ്ണിന്റെ ഫോട്ടോഗ്രാഫർ പെണ്ണിനെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലോപ്പ് ആകാത്ത ഒരു ഫോട്ടോ സെക്ഷന് ശേഷം മഴ നമ്മളെ ചതിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് നമ്മളെ ഫോട്ടോഗ്രാഫർ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ഒരു അടിപൊളി ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റില്, എന്തായാലും നമ്മളെ പുതിയവണ്ണും ഉണ്ട് നമ്മളെ ചെക്കനും ഉണ്ട്, അപ്പൊ അവരെ രണ്ടുപേരും വെച്ചിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണ്ടേ. അപ്പൊ ഫോട്ടോഗ്രാഫർ പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ തന്നെ എടുത്ത് കളയാന്ന് പറഞ്ഞിട്ട് പെണ്ണിനെയും ചെക്കനെയും നിർത്തിയിട്ട് ചന്ദനം തൊടിക്കുന്ന ഒരു അടിപൊളി ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പെണ്ണിന്റെ കൂടെയുള്ള ആൾക്കാർ ചന്ദനം കൊണ്ട് പോയോണ്ട് പെണ്ണിന്റെ കയ്യിൽ ചന്ദനം ഉണ്ടായില്ല. അത് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ട്രോളുന്നുണ്ടായത്. ജസ്റ്റ് ആക്ടിങ് മാത്രമേ ഉള്ളൂ, ചന്ദനം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പെണ്ണിന്റെ ചെക്കൻ്റെ ആ ഒരു ഗംഭീര ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ചെറിയ ക്ലിപ്പിംഗ്സ് ആയിട്ട് കാണിച്ചു തരാം. അതിന്റെ കൂടെ 2-3 എന്റെ ഫേവറേറ്റ്, ഈ ഫോട്ടോഷൂട്ടിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 ഫോട്ടോസും ഞാൻ ഈ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതുപോലെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് വീഡിയോ ആണിത്. കല്യാണത്തിന്റെ തലേന്ന് രാവിലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ മാരേജ് വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, മാരേജ് വീഡിയോസ് മാത്രമല്ല എന്റെ വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ. ഫോട്ടോസും ചെറിയ റീൽ ക്ലിപ്പിംഗ്സ് വരുന്നുണ്ട് കേട്ടോ, അതും കൂടി കണ്ടിട്ട് പോണേ.